എല്ലാവർക്കും മെസ്സ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ ലാസ്റ്റ് സമ്മർ വെക്കേഷനിൽ ഫാമിലിയായിട്ട് പോയി എൻജോയ് ചെയ്ത ഒരു ഗ്രേറ്റ് റിസോർട്ടാണ് കേട്ടോ. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ മാറിയാണ് ഈ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. പിന്നെ ഈ റിസോർട്ടിലേക്ക് ലക്ഷ്മി എസ്റ്റേറ്റിലൂടെ ട്രാവൽ ചെയ്താണ് നമ്മൾ എത്തിച്ചേരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മൂന്നാറിലെ ഏറ്റവും മനോഹരമായ ടീ പ്ലാന്റേഷൻ വ്യൂ ലഭിക്കുന്ന ഒരു ഏരിയയാണ് ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ദ വേ നമുക്ക് അതെല്ലാം ആസ്വദിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റും. പുളിമൂട്ടിൽ എസ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ റിസോർട്ട്. ഈ ഒരു പ്രോപ്പർട്ടിയിൽ 2 കാറ്റഗറി ഓഫ് റിസോർട്ട് വരുന്നുണ്ട്: എലിക്സർ ഹിൽസ് ആൻഡ് എലിക്സർ വുഡ്സ്. എലിക്സർ ഹിൽസ് കുറച്ച് ലക്ഷറി കാറ്റഗറിയിൽ വരുന്ന റിസോർട്ടാണ്. ആൻഡ് ഓഫ് കോഴ്സ് എലിക്സർ വുഡ്സ് ആണെങ്കിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന റിസോർട്ടാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ആ ഒരു ചോയ്സ് അനുസരിച്ച് നമുക്കിവിടെ റൂം ബുക്ക് ചെയ്യാൻ സാധിക്കും. മൂന്നാറിലെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണ് കേട്ടോ ഇത്. ഒരു ഫോറസ്റ്റിൽ താമസിക്കുന്ന ആ ഒരു ആംബിയൻസോട് കൂടി, അതേസമയം സർവീസിങ്ങിനൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ലാതെ വളരെ സ്വസ്ഥമായി ശാന്തമായി നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. എലിക്സറിൻ്റെ ഈ 2 ടൈപ്പ് ഓഫ് റിസോർട്ടും ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കൂ. ഇതിപ്പോൾ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. റിസോർട്ടിൻ്റെ പ്രൈവറ്റ് റോഡാണ് കേട്ടോ ഇത്. ആദ്യം നമ്മൾ ചെല്ലുന്നത് നമ്മുടെ ലക്ഷറി കാറ്റഗറിയിൽ വരുന്ന എലിക്സർ ഹിൽസിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ അവിടെ എൻജോയ് ചെയ്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തിയതിന് ശേഷം നെക്സ്റ്റ് ഡേ എലിക്സർ വുഡ്സിലേക്ക് ചെക്ക് ഇൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എലിക്സർ ഹിൽസ് മൂന്നാർ. ഇത് ഒരു 5 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന ലക്ഷറി റിസോർട്ടാണ്. അപ്പോൾ എത്തിയപ്പോൾ തന്നെ നല്ലൊരു വാം വെൽക്കം തന്നാണ് അവർ നമ്മളെ സ്വീകരിച്ചത്. ചന്ദനക്കുറിയൊക്കെ തൊട്ടാണ് കേട്ടോ ഞങ്ങളെ കയറ്റിയത്. ഇത് ഇവരുടെ റിസപ്ഷൻ ഏരിയയാണ്. ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇൻറ്റീരിയറൊക്കെ അതിമനോഹരമായിരുന്നു. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നല്ലൊരു സ്പൈസി ചായയും കുറച്ച് സ്നാക്സുമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ എലിക്സർ ഹിൽസ് മൂന്നാറിൽ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. ഇനി നിങ്ങളെ റൂംസൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. $8,500 മുതലാണ് ഇവിടെ റൂംസ് അവൈലബിൾ ആയിട്ടുള്ളത്. റൂമിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇവരുടെ. അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടുള്ള റൂംസാണ്. നമ്മളുടെ ഈ റൂമിൽ ഒരു ലിവിങ് ഏരിയ, ഒരു ബാൽക്കണി, ഒരു ബെഡ്റൂം, പിന്നെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം, ഇത്രയാട്ടോ വരുന്നത്.
നമ്മളുടെ ഈ ബാൽക്കണിയിൽ നിന്ന് ലഭിക്കുന്നത് അതിമനോഹരമായ സ്വിമ്മിംഗ് പൂൾ വ്യൂ ആണ്. ഇവരുടെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി പൂളാണ്. ഇതിൻ്റെ എൻഡിങ്ങിൽ കാണുന്നത് ഒരു ഫോറസ്റ്റ് വ്യൂ ആണ്. ഈ ഒരു ലിവിംഗ് റൂമിൽ ഒരു എക്സ്ട്രാ ബെഡ് വരുന്നുണ്ട്. അതുകൂടാതെ സോഫ, TV ഇതെല്ലാം ഈ റൂമിലാണ് വരുന്നത്. പിന്നെ ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ കോഫി മേക്കിങ്ങിനായിട്ടൊരു ടേബിളുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ടാണ് ഒരു മിനി ഫ്രിഡ്ജ് വരുന്നത്. ഇനി നമുക്ക് ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇത് ഒരു കിങ് സൈസിൽ വരുന്ന ബെഡാണ്, ജക്കൂസി ബാത്റൂമോട് കൂടിയത്. ഈ ബെഡ്റൂമിൻ്റെ വിൻഡോസ് അങ്ങ് തുറന്നാലുണ്ടല്ലോ ഗാർഡനിലേക്കുള്ള നല്ലൊരു വ്യൂ ആണ് കേട്ടോ കിട്ടുന്നത്. റൂമിൻ്റെ ഇൻസൈഡിലുണ്ടല്ലോ ഒത്തിരി നല്ല വുഡ് കൊണ്ടുള്ള വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഫാൻ നോക്കൂ, ഇത് വുഡ് കൊണ്ട് തീർത്ത ഒരു ഫാനാണ്. ഇവിടെ ആക്ച്വലി ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ല, ഫുൾ ടൈം നല്ല ക്ലൈമറ്റാണ്. പക്ഷേ ഇത് കണ്ടപ്പം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇവരുടെ ഈ റിസോർട്ടിൽ എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു ഫ്ലവറാണ് കേട്ടോ ഇത്. നിറയെ കർട്ടൻ പോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ഈ ഒരു ഫ്ലവർ ഇത് രസമാണെന്നറിയോ ഇത് കാണാനായിട്ട്. നല്ല നല്ല റീൽസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു വ്യൂ തന്നെയാണിത്. ഇതാണ് ഇവരുടെ സ്വിമ്മിംഗ് പൂൾ. ഇൻഫിനിറ്റി പൂളാണ്, അതും ഫോറസ്റ്റ് വ്യൂവോട് കൂടിയത്. സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇത് കിഡ്സിൻ്റെ പ്ലേ ഏരിയ. ഇവിടെ ഞങ്ങളുടെ ഈ ഒരു പാക്കേജിൽ ഈവനിങ് സ്നാക്സൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നപ്പം സ്നാക്സ് ടൈം കഴിഞ്ഞു പോയായിരുന്നു. അതായത് കോഫി കൗണ്ടർ ക്ലോസ് ആയിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ സ്പെഷ്യലായിട്ടൊരു ചായ പറഞ്ഞ് പുറത്ത് വന്നിരുന്ന് കഴിക്കുകയാണിത്. ഇത് രാത്രിത്തേക്ക് ക്യാമ്പ് ഫയറിന് വേണ്ട തയ്യാറെടുപ്പാണ് കേട്ടോ. ഇതാണ് ക്യാമ്പ് ഫയർ ഏരിയ. ഇത് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ്. ഇത് സെക്കൻഡ് ഡേ ആണ്. ഇവിടെ 2 ടൈപ്പ് ഓഫ് റിസോർട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് എലിക്സ വുഡ്സിലാണ്, അതായത് ഇവരുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന റിസോർട്ടിലേക്ക്. ഇതാണ് എലിക്സ വുഡ്സ്, ഇവരുടെ ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന റിസോർട്ട്. നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് നോക്കുന്നതെങ്കിൽ ഇത് വളരെ നല്ലൊരു റിസോർട്ടാണ്. ഇവിടെ 4500 ആണ് റൂമിന് റേറ്റ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വളരെ വലിയ റൂമാണിത്. അതുപോലെ തന്നെ റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്.
ഇത് കിങ് സൈസിലുള്ള ഒരു ബെഡാണ്. കണ്ടോ, റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കൂ നിങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഇത് വളരെ വലിയ റൂമാണ്. ഇനി നമുക്ക് ഇവരുടെ വാഷ്റൂം ഒന്ന് കണ്ടു നോക്കാം. വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് തന്നെയാണിത്. മാത്രമല്ല ബാത്തിങ് ഏരിയ ഗ്ലാസ് സെപ്പറേറ്റഡ് ആണ്. ഇനി ഈ റൂമിൻ്റെ ബാൽക്കണി ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ബാൽക്കണിയും അത്യാവശ്യം നല്ല വലിയൊരു ബാൽക്കണി തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ കാണാം നമുക്ക് സ്വിമ്മിംഗ് പൂൾ. ഈ ഒരു റിസോർട്ടിന് മാത്രമായിട്ട് വരുന്ന ഒരു സ്വിമ്മിംഗ് പൂളാണിത്. ഒത്തിരി വലുതൊന്നുമല്ല, എന്നാലും എല്ലാവിധ പ്രൈവസിയോടും കൂടിയ ഒരു സ്വിമ്മിംഗ് പൂൾ തന്നെയാണിത്. സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ക്യാമ്പ് ഫയർ ഏരിയ വരുന്നത്. എനിക്കെന്തോ എലിക്സ ഹിൽസിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എലിക്സ വുഡ്സ് ആണ്. നിങ്ങളിൽ ചിലർക്കെങ്കിലും പുളിമൂട്ടിൽ എസ്റ്റേറ്റിന് എലിക്സ വുഡ്സ് എന്ന പേരിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന റിസോർട്ട് ഉണ്ടെന്ന് അറിവുണ്ടാവില്ല. ഈ ഒരു റിസോർട്ടിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ വേർത്ത്ഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ടാണിത്. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. ഇവിടെ കുറച്ചുകൂടി പ്രൈവസിയോടുകൂടി സ്വിമ്മിംഗ് എൻജോയ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇത് രാത്രിയിലെ ഡിന്നറാണ്. ഡിന്നർ ഞങ്ങൾ റൂമിലേക്ക് ഓർഡർ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി, പിന്നെ ചിക്കൻ്റെ തന്നെ ഗ്രിൽഡ്, കുറച്ച് വെജിറ്റബിൾ സാലഡ്, ഇതെല്ലാമായിരുന്നു ഡിന്നറിനുണ്ടായിരുന്നത്. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. മോർണിംഗിൽ ഒരു സെൽഫായിട്ട് ഒരു ചായയൊക്കെ ഉണ്ടാക്കി. മോർണിംഗിൽ ഇവിടുത്തെ വൈബ് ഭയങ്കര രസമാണ് കേട്ടോ. ഇത് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും അതുപോലെ തന്നെ നിറയെ കിളികളുണ്ട് ഇവിടെ. അവരുടെ സൗണ്ടൊക്കെ ആയിട്ട് അത് ശരിക്കും പറഞ്ഞറിയിക്കാനാവാത്തൊരു ഫീലിംഗ് ആണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. ഫുഡിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് കട്ടിങ്സ്, അതുപോലെ തന്നെ നല്ല നല്ല ഡെസേർട്ട്സ്, ജ്യൂസസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ നമ്മൾ നോർമലായിട്ട് വീട്ടിൽ കഴിക്കുന്ന പുട്ട്, പൂരി, അതുപോലെ തന്നെ ഇഡ്ഡലി, അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു.
ഇവിടെ മറ്റൊരു പ്രത്യേകതയായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഒരു നാച്ചുറൽ വോക്ക്. അപ്പോൾ അത് നമുക്ക് പോകുന്ന വഴിക്ക് ഒരു കേവ് ഉണ്ട്, അത് നമുക്ക് എൻജോയ് ചെയ്യാം. അത് കൂടാതെ എൻഡിങ്ങിലായിട്ട് ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അത് നല്ല രസമാണ് കേട്ടോ. അത് നാച്ചുറലായിട്ടുള്ള വാട്ടർഫോൾസാണ്, ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തതൊന്നും അല്ല. അപ്പോൾ നമുക്ക് അവിടെ പോയിരുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്യാം. അത് നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഈ നാച്ചുറൽ വോക്ക് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ വലിയ വലിയ ഹോൾസാണ്. നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് കെയർഫുള്ളായിട്ട് തന്നെ പോകണം. പക്ഷേ നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. ഇവർ നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ്. അത് കണ്ടോ, അതാണ് നമ്മുടെ വാട്ടർഫോൾ. ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുത്തത് മാർച്ച് ആ ടൈമിലാണ്. അപ്പോൾ ഇവിടെ ഇത്രേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ലപോലെ മഴയുള്ള ഈ ഒരു സമയത്ത് ഇവിടുത്തെ അവസ്ഥ ഇതൊന്നും ആയിരിക്കില്ല കേട്ടോ. നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇന്ന് കണ്ടത് എലിക്സർ ഹിൽസ് മൂന്നാറിലെ വിശേഷങ്ങളാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ വന്ന് വെക്കേഷന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു നല്ല അടിപൊളി സ്ഥലം നമുക്ക് പരിചയപ്പെടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.